രാമക്ഷേത്രത്തിൽ തുടങ്ങുന്നതോ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം? ഇന്ത്യ സ്വതന്ത്രയായത് എന്ന ചോദ്യം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന തികച്ചും ബാലിശവും എന്നതിലുപരി ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം. എങ്കിലും ആ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ പലർക്കും മടിയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ കാലം മുതൽക്ക് ഇതിന് സമാനമായ കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ഇൻഡോറിൽ നടന്ന ഒരു ചടങ്ങിൽ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അധ്യക്ഷൻ ചമ്പത് റായിക്ക് ദേശീയ ദേവി അഹല്യ അവാർഡ് സമ്മാനിക്കവെയാണ് RSS അധ്യക്ഷന്റെ വിവാദ പരാമർശം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസത്തിന് പ്രതിഷ്ഠാ ദ്വാദശിയായി ആഘോഷിക്കണമെന്നും മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടിരുന്നു. ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. മോഹൻ ഭാഗവതിന്റെ പരാമർശം രാജ്യദ്രോഹപരമാണെന്നും എല്ലാ ഇന്ത്യക്കാർക്കും അപമാനകരമാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS അധ്യക്ഷന്റെ പരാമർശം മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുത്തേനെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം. 2-3 ദിവസങ്ങളിൽ ഒരിക്കൽ എന്തെങ്കിലും അസംബന്ധം പറയുന്ന മോഹൻ ഭാഗവതിന് ചെവി കൊടുക്കരുത് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം അസാധുവാണെന്നും ഇന്ത്യൻ ഭരണഘടന തന്നെ അസാധുവാണെന്നും എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് ഭാഗവതിന്റെ പ്രസ്താവനയെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഭരണഘടനയെയും ജനങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും രൂക്ഷ വിമർശനമാണ് മോഹൻ ഭാഗവതിന് നേരിടേണ്ടി വന്നത്. എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ മറുപടി പ്രസ്താവനയെ വിവാദത്തിലേക്ക് വലിച്ചിടിച്ചിരിക്കുകയാണ്. RSSനും BJPക്കും എതിരെ മാത്രമല്ല കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെയും പോരാട്ടമെന്നും ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ കൂടിയാണെന്നും ഉള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് വിവാദമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതിന് മറുപടിയായി ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും BJPയും RSSും കൈയടക്കി വച്ചിരിക്കുകയാണെന്നുമാണ് തന്റെ പരാമർശമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ കാവ്യവൽക്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അപകടകരമായ പ്രവണതയാണെന്നും മോഹൻ ഭാഗവത് പ്രസ്താവന പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി പേർ ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ത്യാഗത്തിന് രാജ്യം ഏറെ കടപ്പെട്ടിരിക്കുകയാണെന്നും മമതാ ബാനർജി പറഞ്ഞു. അനാവശ്യ സന്ദർഭങ്ങളിലുള്ള പ്രസ്താവനകളും രാജ്യത്തിനെ പൗരാണിക കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള വ്യഗ്രതയും സംഘപരിവാറിനെയും BJPയെയും ജനങ്ങളിൽ നിന്നും അകറ്റുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിച്ചു. അടുത്തിടെ നടന്ന ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA മുന്നണിക്കുണ്ടായ തിരിച്ചടി BJPക്കും സഖ്യകക്ഷികൾക്കും തലവേദനയാകുന്നതിനിടെയാണ് മോഹൻ ഭാഗവത് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഭാഗവതിന്റെ പ്രസ്താവന ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സങ്കല്പങ്ങൾക്ക് തന്നെ ഭീഷണിയാണെന്നതിൽ തർക്കമില്ല. RSS അധ്യക്ഷൻ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് തിരുത്തുക എന്ന ദൗത്യം ഭരണഘടനയിൽ അധിഷ്ഠിതമായ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ കടമയാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. എന്തും പറഞ്ഞ് തടിയൂരാമെന്ന വിശ്വാസം തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇനിയെങ്കിലും സർക്കാർ ഇടപെടുമെന്ന് ആശിക്കാനേ ജനങ്ങൾക്കാവും.